വിജയുടെ പ്രസംഗിക്കാൻ എത്തിയ വേദിയിൽ ഉണ്ടായിട്ടുള്ള സദസ്സിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾക്ക് അപകടമുണ്ടായ വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ വിജയ് പ്രസംഗം അവസാനിപ്പിച്ചു. തിക്കിലും തിരക്കിലും ഒരു കുട്ടിയെ കാണാതായിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. പലരും കുഴഞ്ഞു വീണു. ആംബുലൻസ് വിളിക്കാൻ TVK നേതാക്കളോട് വിജയ് ആവശ്യപ്പെടുന്നു. പ്രസംഗം വേഗം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിജയെ കാണാൻ വേണ്ടി എത്തിയ ആൾക്കൂട്ടത്തിനിടയിലെ തിക്കിലും തിരക്കിലും പെട്ട് 2 മരണം, 20 പേർ കുഴഞ്ഞു വീണു എന്ന വാർത്ത വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. വിജയ് കരൂരിൽ എത്തേണ്ടിയിരുന്ന ഉച്ചയ്ക്കാണ്. പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്ന വലിയ വിമർശനം കൂടി ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. 2 മരണം, 20 പേർ കുഴഞ്ഞു വീണു എന്നതാണ് നമുക്ക് വരുന്ന വിവരങ്ങൾ. മുഹമ്മദ് റഹീസ് ഉണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇത് ഈ വിജയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ 10,000 അവിടെ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? 2 മരണമാണോ സ്ഥിരീകരിച്ചിട്ടുള്ളത്? എന്താണ് അവിടുത്തെ സാഹചര്യം? GK, നിലവിൽ 2 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള ആശങ്ക ഉയർത്തുന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മരണസംഖ്യ പലരും കൂടുതലായി കാണിക്കുന്നുമുണ്ട്. പല ദേശീയ മാധ്യമങ്ങളടക്കം മരണസംഖ്യ ഉയർത്തി കാട്ടുന്നുണ്ട്. പക്ഷേ നിലവിൽ ഏറ്റവും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് 2 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിലൊന്ന് 60-കാരനായ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇയാൾ വിജയുടെ പരിപാടിക്കിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നു. അതിനപ്പുറത്തേക്ക് 20 പേരിലധികം ഇപ്പോൾ കരൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ തന്നെ 6 കുട്ടികളുണ്ട്. 6 കുട്ടികളിൽ 3 പേർ ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ് എന്ന് കൂടിയുള്ള വിവരം പുറത്തു വരുന്നുണ്ട്.